കൃഷിവെള്ളത്തെ കൊള്ളയടിച്ച, കുടിവെള്ളത്തെ കൊള്ളയടിച്ച, മണ്ണും ജലവും മലിനമാക്കിയ കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ.
ഈ കോളേജിലേക്ക് കടന്നു വന്നത് ഇങ്ങനൊരു കോള വിഷയം ഉണ്ടാകുമെന്നോ ഇങ്ങനൊരു പ്ലാച്ചിമട സമരം ഉണ്ടാകുമെന്നോ അറിഞ്ഞിട്ടോ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമെന്നും ഒന്നും അറിഞ്ഞിട്ടല്ല ഈ കൊക്കക്കോള വിഷയത്തിലേക്ക് ഇടപെട്ടത്. ഈ കമ്പനി വന്നപ്പോൾ തൊഴിൽപരമായിട്ടുള്ള സർവേ, അവിടുത്തെ അന്ന് എനിക്ക് തോന്നുന്ന 80 രൂപ 85 രൂപയായിരുന്നു അവിടുത്തെ കൂലി അന്നത്തെ ആൾക്കാർ. എനിക്കുള്ള ഓർമ്മയില്ല, അതായത് 85 രൂപയായിരുന്നു, 85 രൂപ. ഈ കോള കമ്പനി വന്നപ്പോൾ 120 രൂപ കൂലി കിട്ടി. ആദ്യകാലങ്ങളിൽ പോകുമ്പോൾ പ്ലാസ്റ്റിക്കുകളുടെ കൂമ്പാരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പ്ലാച്ചിമടയിലെ കുട്ടികളെ ഒന്ന് നോക്കി, കുട്ടികളുടെ പല്ലുകൾ ഫ്ലൂറൈഡ് കണ്ടൻറ്റ്, എല്ലാവരുടെ പല്ലും ചുവപ്പായിട്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലൂറൈഡ് കണ്ടൻറ്റ് നമുക്ക് ഉണ്ടെന്ന് നമ്മൾ അപ്പോൾ തന്നെ ബോധ്യമായി. ഈ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതമാർഗമായിട്ട് പോയതാണ്. ജീവിതമാർഗമായിട്ട് പോയ, വീട്ടിൽ അത്ര വലിയ സാമ്പത്തിക സ്ഥിതികളോ ഒന്നും ഉള്ള ആളല്ല. അപ്പോൾ നമുക്കെപ്പോഴും സ്വയം പര്യാപ്തത ആകണം എന്ന് താല്പര്യമുള്ള ഒരാളാണ്. അതുകൊണ്ട് ഈ ഫോട്ടോഗ്രാഫി കുറച്ച് ഫോട്ടോഗ്രാഫി വർക്ക് ചെയ്യും, ആ ഫോട്ടോഗ്രാഫി കൊണ്ട് യാത്ര ചെയ്യും. കേരളത്തിലെ ഓരോ പഞ്ചായത്തുകളും ഓരോ താലൂക്കുകളും ഓരോ സമൂഹവും എങ്ങനെ ജീവിക്കുന്നു, അവരുടെ ജീവിതം എന്താണ് എന്ന് തിരിച്ചറിയാൻ പണ്ട് മുതലേ, അന്ന് മുതലൊരു പരിസ്ഥിതിയുടെ പ്രവർത്തകനായിരുന്നു. നമ്മുടെ മനസ്സിലെപ്പോഴും ഉള്ളിൽ ഒരു പാരിസ്ഥിതിക ചിന്താഗതിയും പാരിസ്ഥിതിക ബോധവും നമ്മുടെ മനസ്സിലുണ്ട്. ആ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഈ പ്ലാച്ചിമടയെ കാണാൻ കഴിഞ്ഞത്. ഈ ഭോപ്പാൽ ദുരന്തത്തോടനുബന്ധിച്ചിട്ട് നടന്ന ഒരു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തിയ ഒരു പ്രോഗ്രാമുണ്ട്. അപ്പോഴതിൽ പൂർണ്ണമായിട്ടും എൻ്റെ വീട് കൊല്ലം കരീപ്ര പഞ്ചായത്തിലാണ്. കരീപ്രയിൽ മടന്തോടെന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അവിടെ ഞങ്ങൾ ജനങ്ങളിലേക്ക് പാരിസ്ഥിതിക ബോധം ഉണ്ടാക്കണം, പരിസ്ഥിതി ചിന്തകൾ ഉണ്ടാക്കണം, എങ്ങനെയൊക്കെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. നമ്മുടെ എവറഡി ബാറ്ററി, ഇത്തരത്തിലുള്ള യൂണിയൻ കാർബൈഡ് കമ്പനി ഉണ്ടാക്കിയ ആ നാശനഷ്ടങ്ങളെപ്പറ്റി ഒരു ബോധവൽക്കരണം ഉണ്ടാക്കലിൽ നിന്നുമാണ് നമ്മുടെ മനസ്സിലേക്ക് പാരിസ്ഥിതിക ബോധം തുടങ്ങുന്നത്. അവിടെ നമ്മൾ കൂടുതൽ കൂടുതലായിട്ട് വായിക്കാൻ തോന്നി, വായനയിലേക്ക് പോയി. പ്രോബ്ലങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ ഈ മൾട്ടിനാഷണൽ കമ്പനികൾ നമ്മളിൽ ചെലുത്തുന്ന സ്വാധീനം എന്തൊക്കെയാണ്, ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന പ്രോബ്ലങ്ങൾ എന്തൊക്കെയാണ്, ഇവിടുത്തെ ചൂഷണം ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്, ഇവിടുത്തെ ജനങ്ങളെ ഏതെല്ലാം ആ ചൂഷണം ചെയ്യുന്നത് എന്തൊക്കെയാണെന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നുമാണ് ഞാൻ ഈ പാലക്കാടേക്ക് എത്തുന്നത്. ആ പാലക്കാടേക്ക് തിരിച്ചറിയുമ്പോൾ എൻ്റെ ഫോട്ടോഗ്രാഫി അപ്പോഴും ക്യാമറയും പിടിച്ചുകൊണ്ട് നടക്കും. ക്യാമറയിൽ എൻ്റെ നേച്ചർ ഫോട്ടോഗ്രാഫിയിലാണ് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത്. ആ നേച്ചർ ഫോട്ടോഗ്രാഫിയിലേക്ക് പോകുമ്പോൾ നമ്മൾ അവിടുത്തെ ഓരോ ഫോട്ടോസുകളും ഓരോ പ്രത്യേകതകളും ഓരോന്നും നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം സൂക്ഷ്മമായി നമ്മൾ നോക്കും. ആ കാഴ്ച ആണ് യഥാർത്ഥത്തിൽ ഈ ഒരു പാരിസ്ഥിതിക പ്രശ്നത്തിലേക്ക് തിരിച്ചറിയാൻ എന്നെ കഴിയിച്ചത്. പാലക്കാടേക്ക് ആകർഷിക്കാൻ ഞാൻ 30-ാം വയസ്സിലാണ് ജോലി കയറുന്നത്. ഇവിടെ ഒരു എയ്ഡഡ് സ്കൂളിലാണ് നമ്മൾ കയറിയത്. അന്ന് നമുക്ക് PSCയിലൊന്നും നമുക്ക് കിട്ടിയില്ല. റാങ്ക് ലിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നതൊന്നും അന്നൊന്നും എടുക്കാൻ പറ്റാതെ, എനിക്ക് 2-3 റാങ്ക് ലിസ്റ്റുകളിലൊക്കെ ഉണ്ടായിരുന്നു. ആ റാങ്ക് ലിസ്റ്റൊന്നും കിട്ടാതെ അവസാനം ജോലി ഇല്ലാതെ ഇങ്ങനെ നടക്കുമ്പോൾ ഈ ഫോട്ടോഗ്രാഫിയും കൊണ്ട് മാത്രം നിന്ന് ഫോട്ടോഗ്രാഫി കഴിഞ്ഞ് പിന്നെ ആ അതിൻ്റെ പൈസയും കൊണ്ട് എവിടെയെങ്കിലും യാത്ര, വീണ്ടും ഫോട്ടോഗ്രാഫി, അങ്ങനെ വന്നപ്പം വീട്ടുകാർക്ക് തോന്നി ഈ തരത്തിലേക്ക്. നാട്ടിൽ അത്യാവശ്യം രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വീട്ടിൽ ഉണ്ടാകുന്ന പല സംഘർഷങ്ങളും ഒക്കെ ഉണ്ടായതാണ് ഞാൻ പാലക്കാടേക്ക് വരാനുള്ള കാര്യം. പാലക്കാട് വന്നു, പാലക്കാട് തന്നെ സെറ്റിലായി. നമ്മൾ ഈ മതവും ജാതിക്കും അപ്പുറമുള്ള ജീവിതത്തെ കണ്ട് ജീവിക്കുന്ന ഒരാളാണ്. ഈ കോളേജിലേക്ക് കടന്നു വന്നത് ഇങ്ങനൊരു കോള വിഷയം ഉണ്ടാകുമെന്നോ ഇങ്ങനൊരു പ്ലാച്ചിമട സമരം ഉണ്ടാകുമെന്നോ അറിഞ്ഞിട്ടോ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമെന്നും ഒന്നും അറിഞ്ഞിട്ടല്ല ഈ കൊക്കക്കോള വിഷയത്തിലേക്ക് ഇടപെട്ടത്.
കാരണം വെച്ചാൽ അത് ഈ ജനങ്ങളുടെ കുട്ടികൾ, നമ്മുടെ ഈ സ്കൂളിൽ വരുന്ന കുട്ടികളുടെ ഈ താമസിച്ച് വരുന്ന എന്താ കാര്യം എന്നൊക്കെ അന്വേഷിച്ച് പോകുമ്പോൾ ഈ 2000-ൽ സെൻസസിന് മുമ്പ് ഒരു സെൻസസ് ഉണ്ട്. നമ്മൾ 2001 സെൻസസാണ്. 2001 സെൻസസിന് മുമ്പ് അതിൻ്റെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടുന്നത്, എന്തൊക്കെ തരത്തിലാണ് ചെയ്യേണ്ടുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് സർക്കാർ തന്നെ ഒരു മോഡൽ ഒരു സെൻസസ് നടത്തും. ആ സെൻസസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കാനേഷുമാരി 2001 നടത്തുന്നത്. അപ്പോൾ ഈ 2000 എനിക്ക് ഈ സെൻസസ് കിട്ടിയ ഏരിയ പ്ലാച്ചിമടയായിരുന്നു. ഈ പ്ലാച്ചിമടയിൽ എത്തുന്നതിന് മുമ്പൊരു ഉണ്ട്. ഈ പ്ലാച്ചിമടയിൽ നിന്ന് നമ്മുടെ സ്കൂളിലേക്ക് വണ്ടിത്താവളം ഈ KKM സ്കൂളിലേക്ക് കുട്ടികൾ ഒരുപാട് വരും. പക്ഷേ ഈ കുട്ടികളെല്ലാവരും മിക്കവാറും പല കുട്ടികളും വൈകിയാണ് വരുന്നത്. ഇപ്പോഴും വൈകി വരും. അപ്പോൾ എനിക്ക് സെൻസസ് കിട്ടിയ ഏരിയയും അവിടെയാണ്. അപ്പോഴാണ് അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് അവിടുത്തെ പ്രശ്നങ്ങൾ നോക്കിയപ്പോൾ ആദ്യം ഏകദേശം ഒരു വേനലിൻ്റെ അടുത്ത സമയത്താണ് ഈ പോകുന്നത്. ആ സമയത്ത് പോകുമ്പോഴാണ് അവിടുത്തെ തെങ്ങിൻ്റെ പട്ടകളൊക്കെ ചരിഞ്ഞിരിക്കുന്നത്. നമുക്ക് കുറേ വീടുകൾ, ഏകദേശം 200ഓളം വീടുകൾ സെൻസസ് ചെയ്യാൻ പോകാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുണ്ട്, അല്ല വലിയ കൃഷിക്കാരുടെ തോട്ടങ്ങളുണ്ട്, ഇതെല്ലാം. പക്ഷെ അവിടെ നോക്കിയപ്പോൾ കംപ്ലീറ്റ് തെങ്ങുകളുടെയും ഓലകളുടെയും മട്ട ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനും സ്ഥിരമായിട്ട് വീട്ടിൽ കൃഷിയൊക്കെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഇത് ഇങ്ങനെ സംഭവിച്ചത്? എല്ലാ തെങ്ങുകളുടെയും ഓല ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞു പോകുന്നു, എല്ലാ തെങ്ങിൽ നിന്നും ഇളനീരും എല്ലാം എല്ലാം തറയിൽ കിടക്കുന്നു, പല ചെടികളും ഉണങ്ങി നിൽക്കും. അപ്പോഴാണ് പറയുന്നത്, മാഷേ വെള്ളമില്ലാത്തതാണ് പ്രശ്നം, ഞങ്ങൾക്ക് കുടിക്കാൻ പോലും വെള്ളമില്ല. ഇതാണ് നമ്മുടെ മനസ്സിലേക്ക് വന്ന ആദ്യത്തെ ഒരു തോട്ട്, ഒരു ചിന്ത ആദ്യം വന്ന വിഷയം ഇതാണ്. അപ്പോൾ അതിൻ്റെ പിന്നാലെ നമുക്ക് സെൻസസിന് വേണ്ടി പോകുമ്പം നമുക്ക് കുറേ ദിവസം, ഏകദേശം 10 ദിവസത്തോളം സെൻസസിന് വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ അന്ന് വളരെ ഡീപ്പായിട്ടാണ് നമ്മൾ സെൻസസ് ആദ്യം എടുക്കുന്ന സെൻസസാണ്. സ്കൂളിൽ ജോലി കിട്ടി 98 ജോലി കിട്ടിയപ്പോൾ ആദ്യം എടുക്കുന്ന സെൻസസ്. ആ സെൻസസിനെ വളരെ കൃത്യമായിട്ട് ചെയ്യണമെന്നൊരു താല്പര്യമുണ്ട്. അപ്പോൾ അവിടുത്തെ എല്ലാ സാഹചര്യങ്ങൾ, അവിടുത്തെ ജീവിതം, ഇതെല്ലാം. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ ജോലി ഒരു ഫോട്ടോഗ്രാഫി ആയതുകൊണ്ട്, സ്കൂളിന് മുമ്പ് ഞാനൊരു ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് നമ്മുടെ കണ്ണുകളൊക്കെ അങ്ങനെ നോക്കാൻ പറ്റുന്നുള്ളൂ. കാരണം വെച്ചാൽ സൂക്ഷ്മമായിട്ട് അവിടുത്തെ ഓരോ ചെടികൾ, അവിടുത്തെ ചലനങ്ങൾ, അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതി, അവരുടെ സാഹചര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ എപ്പോഴും നോക്കും. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ കുടിവെള്ളമാണ് പ്രശ്നം എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൽ നിന്നുമാണ് നമ്മൾ എന്തുകൊണ്ട് കുടിവെള്ളം ഇവിടെ കിട്ടാതാകുന്നു. അപ്പോഴും അവിടുത്തെ ആൾക്കാർ ഒരു മാഷെ നോക്കേ, ഞങ്ങൾ കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെ ഈ പൊക്കരണിക്ക് ഇത്ര ആഴമൊന്നും ഇല്ലായിരുന്നു. ആഴം കൂട്ടി പോകുമ്പോൾ ഇവിടെ വെള്ളം ഇല്ലാതാവുകയാണ്. ഈ വർഷമാണ് ഇത് ഇത്രയും പ്രോബ്ലമാണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ മനസ്സിലോ ഇവിടുത്തെ രാഷ്ട്രീയക്കാരിലോ ഇങ്ങനൊരു ചിന്തയേ ഉണ്ടായിട്ടില്ല. വെള്ളമില്ലായ്മയുടെ പ്രശ്നം, പിന്നെ ഈ കോള കമ്പനി വന്ന് വെള്ളം ഊറ്റുന്നത് കൊണ്ടാണ് ഈ ഭൂതലത്തിൽ നമ്മുടെ ഈ വെള്ളത്തിന് അണ്ടർ വാട്ടർ ഗ്രൗണ്ടിലെ വാട്ടർ ഇല്ലാതായത് എന്നുള്ളൊരു ചിന്ത അന്ന് വന്നിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പോയപ്പോഴാണ് പിന്നെ ഈ കോള കമ്പനി വെള്ളം ഒരുപാട് എടുക്കുന്നു എന്നുള്ള ഒരു വാർത്ത നമ്മൾ കാണുന്നത്. അങ്ങനെ കോള കമ്പനിയിലേക്ക് പല പ്രാവശ്യം ഞാൻ കയറി ഇറങ്ങി അവിടുത്തെ പല കുഴൽ കിണറുകൾ ഇതെല്ലാം നോക്കി. പക്ഷേ അന്ന് നാട്ടുകാർക്കോ അവിടെ ഇരിക്കുന്നവർക്കോ അങ്ങനെ ഒരു പ്രശ്നമോ ഇതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാകുന്നത്, ഇത് പ്രോബ്ലമാണ് എന്നൊന്നും ആർക്കും അറിയില്ല. ഈ വിഷയം എൻ്റെ മനസ്സിനെ വല്ലാതെ എടുത്തു. കാരണം വെച്ചാൽ കുടിക്കാൻ ആൾക്കാർക്ക് വെള്ളമില്ല, പ്രധാനമായിട്ടും അവിടുത്തെ തെങ്ങുകൾക്കും ബാക്കി ചെടികൾക്കും വരണ്ടുണങ്ങുന്നു. മുൻപിതൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോഴിത് ഇങ്ങനെ പ്രശ്നം വന്നപ്പോൾ പാലക്കാട് യുവക്ഷേത്രയിൽ വെച്ച് ഒരു സയൻസ് കോൺഗ്രസ് നടന്നിരുന്നു.
ഈ പരിസ്ഥിതി പ്രവർത്തകനാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്നും ഈ ശാസ്ത്ര കോൺഗ്രസ്സിലേക്ക് എന്നെയാണ് അയച്ചത്. ശാസ്ത്ര കോൺഗ്രസ്സിൽ അവിടെ എത്തുമ്പോൾ ഞങ്ങൾ 2 ദിവസം ഉണ്ടായിരുന്ന അവിടുത്തെ ക്ലാസ്സും ട്രെയിനിങ്ങും. അന്ന് പ്രധാനമായിട്ടും ഡോക്ടർ സതീഷ് ചന്ദ്രനും ഡോക്ടർ ശാന്തിയുമാണ് ഞങ്ങൾക്ക് ക്ലാസ് നയിക്കാനായിട്ട് വന്നത്. അപ്പോൾ ഈ ആറുമുഖൻ പത്തിച്ചറായും ഒക്കെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ കൂട്ടൊക്കെ ഉണ്ട്. ഞങ്ങൾ വലിയ പരിചയമൊന്നും ഉള്ളവരൊന്നുമല്ല. അപ്പോൾ അന്ന് നമ്മൾ ക്ലാസ് തീരുന്നതിന് മുമ്പ് നമ്മുടെ സയൻസ് കോൺഗ്രസ്സിൽ നിങ്ങൾക്ക് എന്ത് കിട്ടി എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ പ്രദേശത്ത് അനുഭവിക്കുന്ന ഏതെങ്കിലും പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ നിങ്ങളുടെ മനസ്സിലുണ്ടോ, ചർച്ചയിലുണ്ടോ, നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റിട്ടുള്ള എന്തെങ്കിലും വിഷയമുണ്ടോ, മുൻപുള്ളതോ ഇപ്പോഴുള്ളതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സംസാരിക്കാൻ പറഞ്ഞു. എല്ലാവരോടാണ് പറഞ്ഞത്. പാലക്കാട് ജില്ലയിലെ എല്ലാ അധ്യാപകരും മറ്റ് പരിസ്ഥിതി പ്രവർത്തകരും ഉള്ളയിടത്താണ് ചോദിച്ചത്. അപ്പോൾ എൻ്റെ ഊഴം വന്നു. ഞാനപ്പോൾ വളരെ വിശദമായിട്ട് ഞാൻ സെൻസസ് എടുക്കുന്ന 2000-ലെ മോഡൽ സെൻസസ് എടുക്കുന്ന പ്ലാച്ചിമട എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ പ്ലാച്ചിമടയിലുണ്ടാകുന്ന ഇപ്പോഴനുഭവിക്കുന്ന പ്രശ്നം ഇതാണ്. എൻ്റെ സ്കൂളിൽ നിന്നും കുട്ടികൾ വരാൻ വൈകുന്നു. ആ വൈകുന്ന മൂലം അതിൻ്റെ അന്വേഷണത്തിന് പോകുന്ന സമയത്ത് തന്നെ എനിക്ക് സെൻസസിന് വേണ്ടി അവിടെയും ഡ്യൂട്ടി കിട്ടി. ആ ഡ്യൂട്ടി കിട്ടിയപ്പോൾ ഇതിൻ്റെ ഒരു വിശാലമായ ഒരു അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിലേക്ക് എത്തിയപ്പോഴാണ് ഇവിടുത്തെ ഒരു കമ്പനി, കോള കമ്പനി അമിതമായിട്ട് വെള്ളം എടുക്കുന്നതാണ് പ്രശ്നം. അതുകൊണ്ടാണെന്നാണ് എൻ്റെ സംശയം. ഇല്ലാതെ മുൻകാലങ്ങളിലൊന്നും ഇങ്ങനെ ഒരു വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ ഈ അടുത്ത സമയങ്ങളിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ഈ 1 വർഷം ആകുന്നതേ ഉള്ളൂ, അപ്പോഴാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്ന് ഞാൻ എഴക്കാട് സയൻസ് കോൺഗ്രസ്സിൽ വെച്ച് ഞാൻ സംസാരിച്ചു. മൈക്കിൽ എല്ലാവരും നിൽക്കുന്ന വേദിയിലാണ് സംസാരിച്ചത്. അപ്പോഴേ അത് നോട്ട് ചെയ്ത് ഡോക്ടർ സതീഷ് ചന്ദ്രൻ, ഇൻഡാക്കിൻ്റെ ആണ് പിന്നെ ഡോക്ടർ ശാന്തി, അവർ പറയും എങ്കിൽ മാഷുമായിട്ട് ഞങ്ങൾക്കൊന്ന് സംസാരിക്കണം, എന്തൊക്കെയാണെന്ന് വിശദമായിട്ടൊന്ന് പറയാമെന്ന് വെച്ചു. നമ്മുടെ സയൻസ് കോൺഗ്രസ് കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടിയിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ നമുക്കത് ചർച്ച ചെയ്യണമെന്ന്. അങ്ങനെ പിന്നീട് ഏകദേശം ഒരാഴ്ച 1.5 കഴിഞ്ഞപ്പോഴേക്കും ഇവർ ആ പ്ലാച്ചിമടയിൽ പോകുമെന്നോ ഇത് അന്വേഷിക്കുമെന്നോ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അവിടെ സയൻസ് കോൺഗ്രസ് വെച്ച് വളരെ വിശദമായിട്ട് അവിടുത്തെ ഓരോ ചെടികളിലുണ്ടാകുന്ന ഇത് അവിടെ അവതരിപ്പിക്കാൻ അതിൻ്റെ വിശദമായ കാര്യങ്ങളാണ് പറഞ്ഞത്. അവിടുത്തെ ചെടികളിലുണ്ടാകുന്ന പ്രശ്നം, അവിടെ മഴയുടെ അളവ് ഇത്ര ആയിരിക്കാനാണ് സാധ്യത, അവിടെ വെള്ളത്തിൻ്റെ ഭൂഗർഭജലം കൂടുതലുള്ള സ്ഥലമാണ്, അടുത്ത് ഇന്നതൊക്കെ ഉണ്ട്, 2 ഡാമുകളുണ്ട്. ഇതിൻ്റെ എല്ലാം വളരെ വിശദമായ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഈ കാര്യങ്ങളിലെ വസ്തുതകൾ അന്വേഷിക്കാൻ ഡോക്ടർ സതീഷ് ചന്ദ്രൻ, ഡോക്ടർ ശാന്തി, ഇൻഡാക്കിൻ്റെ അവർ പ്ലാച്ചിമടയിലെത്തി. ആ പ്ലാച്ചിമടയിലെത്തിയപ്പോഴാണ് ഇതിൻ്റെ സീരിയസ് എന്താണെന്ന് അവിടെയുള്ളവർ മനസ്സിലാകുന്നതും അതിൽ നിന്നാണ് പ്ലാച്ചിമട കൊക്കോകോള കമ്പനിയിൽ നിന്നുള്ള വെള്ളമൂറ്റലാണ് പ്രശ്നമെന്ന് കണ്ടെത്തുന്നത്. ഇതാണ് ഈ വിഷയത്തിൻ്റെ ആമുഖമായി എനിക്ക് പറയാനുള്ളത്. നമ്മൾ പാലക്കാട് ഞാൻ വരുന്ന സമയത്ത് കുട്ടികളായിരുന്നു എൻ്റെ സർവേ ഗ്രൂപ്പിൽ അംഗം. കഴിയുമെങ്കിൽ ഞാൻ ആ ഫോട്ടോസുകളൊക്കെ എൻ്റെ കുറച്ചുണ്ടായിരിക്കാം. ഏകദേശം ഞങ്ങൾ ഈ ഒരു കമ്പനി വന്ന് കാണുക എന്നുള്ളതിനപ്പുറം ആ കുട്ടികളെ കൊണ്ട് ഒരു പാരിസ്ഥിതിക സർവേ എടുപ്പിക്കുക എന്നുള്ള എൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. കാരണം വെച്ചാൽ അത് കുട്ടികളെ 5 പേരുള്ള ഗ്രൂപ്പുകളായിട്ട് ഏകദേശം ഒരു 10-20ഓളം ഗ്രൂപ്പുകളായിട്ടൊക്കെ തിരിച്ചു. 20ഓളം ഗ്രൂപ്പുകളായിട്ട് ഞാൻ നേരത്തെ തന്നെ ചോദ്യാവലി തയ്യാറാക്കി. കുട്ടികൾ അവരോട് എന്തൊക്കെ ചോദിക്കണം, എന്തൊക്കെ ചെയ്യണം. അതിനകത്ത് പലതരത്തിലുള്ള സർവേകളെടുത്ത്, ഒന്ന് അവിടെ നിൽക്കുന്ന ആരും ചെയ്താണ് അവിടുത്തെ ചെടികൾ, ഏതൊക്കെ ചെടികളാണ് പ്ലാച്ചിമടയുടെ ചുറ്റുപാടിൽ ഏകദേശം ഒരു സറൗണ്ടിങ്സ് ഒരു 5 കിലോമീറ്റർ ചുറ്റിലുള്ള ചെടികൾ, ഏതൊക്കെ മരങ്ങൾ, ഏതൊക്കെ ചെടികളുണ്ട്. രണ്ടാമത് അവിടെ ഏതൊക്കെ കൃഷി ചെയ്യുന്നത് ഏതൊക്കെയുണ്ട്, സ്വാഭാവിക ചെടികൾ, നാട്ടു ചെടികളും അതുപോലെ അല്ലാതെ കൃഷി ചെയ്യുന്ന ചെടികൾ ഏതെല്ലാം ഉണ്ട്. പിന്നെ ആ ഒരു സർവേ ഒരു വിഭാഗം ചെയ്യുമ്പം തൊഴിൽപരമായിട്ടുള്ള ഇങ്ങനെ ഒരു കമ്പനി വന്നു. ഈ കമ്പനി വന്നപ്പോൾ തൊഴിൽപരമായിട്ടുള്ള സർവേ, അവിടുത്തെ അന്ന് എനിക്ക് തോന്നുന്ന 80 രൂപ 85 രൂപയായിരുന്നു അവിടുത്തെ കൂലി അന്നത്തെ ആൾക്കാർ. എനിക്കെല്ലാം ഓർമ്മയില്ല, അതായത് 85 രൂപയായിരുന്നു, 85 രൂപ. ഈ കോള കമ്പനി വന്നപ്പോൾ 120 രൂപ കൂലി കിട്ടി.
ഏകദേശം പ്രദേശത്തുള്ള ഏകദേശം ഒരു 80 പേരെ എടുത്തു. അപ്പോഴന്നേരം അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് അവിടെ അന്നത്തെ തൊഴിൽ വരുമാനം അതിനെ സംബന്ധിച്ചൊരു സർവേ ചെയ്തു. എന്നുവെച്ചാൽ ഏതൊക്കെ തരത്തിൽ ജോലി ചെയ്യുന്നു, ഓരോരുത്തർ എന്തിനെല്ലാം ജോലി ചെയ്യുന്നു, അവർക്ക് കിട്ടുന്ന കൂലി എത്ര പേർക്ക് ഒരാഴ്ചയിൽ എത്ര ദിവസം ജോലി കിട്ടുന്നു, ഇതിനോടൊപ്പം തന്നെ എത്ര പേർ ഇതിൽ മദ്യപിക്കുന്നുണ്ട്, എത്ര പേർ ഇങ്ങനെ ഒരു ഇതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് ഇതെങ്ങനെയൊക്കെയാണ് ഒന്നിനും പ്രത്യേകിച്ച് എൻ്റെ മനസ്സിൽ തോന്നി ഇതൊക്കെ ഉണ്ടാകണം എങ്കിൽ മാത്രമേ നമുക്ക് അതിനെ സംബന്ധിച്ച് അങ്ങനെ ആ ഒരു സർവേ ചെയ്തു. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ളൊരു സർവേ, കാർഷികപരമായിട്ടുള്ള സർവേ, പിന്നെ കുടുംബ സർവേ, കുടുംബത്തിലെ അംഗങ്ങൾ അവരെ സംബന്ധിച്ചുള്ളൊരു സർവേ. ഇതിനെല്ലാം ബേസ് ഏതാണ്? നമ്മുടെ സെൻസസാണ്. ആ സെൻസസിൽ കുറേ ചോദ്യാവലികളുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ചോദ്യാവലിയിൽ ഞാൻ ഈ കുട്ടികളെ കൊണ്ട് സർവേ ചെയ്തു. ആ സർവേ ചെയ്യിപ്പിച്ചപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായ അവിടുത്തെ ആൾക്കാരിൽ തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഒരു കേന്ദ്രമാണ്. വളരെ തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ടുണ്ട്. ഇങ്ങനെ ഒരു സമരം തുടങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മളെ ആദ്യം തല്ലാൻ വരുന്ന നാട്ടുകാരാണെന്നുള്ളൊരു പ്രതീക്ഷയാണ്. കാരണം വെച്ചാൽ അവരുടെ തൊഴിലിനെയാണ് നമ്മൾ ബാധിക്കുന്നത്. ആ തൊഴിലിനെ ബാധിക്കുന്നതോടുകൂടി പ്രശ്നങ്ങൾ ഉണ്ട്. പിന്നെ രണ്ടാമത് കൃഷിക്കാരുടെ പ്രശ്നങ്ങളിലേക്ക് എത്തിയപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം തെങ്ങിൽ നിന്നുള്ള ഈൽഡാണ്. അതിൻ്റെ വരുമാനം കുറഞ്ഞപ്പോൾ അതിനകത്തുണ്ടാകുന്ന പ്രോബ്ലങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ആ സർവേയിൽ കൂടെ എടുക്കുകയും ഇതിനെ സംബന്ധിച്ച് നമ്മൾ ഈ റിപ്പോർട്ടുകളാണ് ഇന്ന് പലയിടത്തുകളിലും ഇതിൻ്റെ പ്രധാനപ്പെട്ട കൊക്കോക്കോളയുടെ റിപ്പോർട്ടുകളായിട്ട് എല്ലായിടത്തും പോയിട്ടുള്ളത്. കാരണം വെച്ചാൽ ഞാൻ ഈ സർവേ ചെയ്തപ്പോൾ ഞാൻ ഇവിടുത്തെ പല പ്രമുഖ രാഷ്ട്രീയ പാർട്ടിക്കാരെ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞു, നമുക്കിവിടെ ഒരു കൊക്കോക്കോള പോലെ ഈ കമ്പനി ഇത്രയും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രോബ്ലങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. നമ്മുടെ തൊഴിലിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകുന്ന ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള പ്രശ്നം ഒരു മരുഭൂമി പോലെ ആകുമ്പോൾ അത്രയും ജനങ്ങൾ അവസാനം പലായനം ചെയ്യേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തുവരും. എന്നെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിക്കാരുള്ളവർ എന്നെ കളിയാക്കി, എന്നെ തല്ലിയില്ലെന്നേ ഉള്ളൂ. വേറെ പണിയല്ലോ നോക്കി, നിങ്ങൾ അവിടുന്ന് വന്നവൻ അവിടെ പോയി കിടന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടുകയൊന്നും വേണ്ട, ഇത് ഞങ്ങൾക്കുള്ള ജീവിതമാർഗ്ഗമാണ്, ഇതിലേക്കൊന്നും ആവശ്യമില്ലാതെ കയറി ഇടപെടണമെന്നും പറഞ്ഞ് നമുക്ക് ഒരാൾ പോലും നമ്മൾക്ക് അനുകൂലമായിട്ട് നിന്നിട്ടില്ല. എല്ലാവരും നമുക്ക് എതിർപ്പായിട്ട് നമ്മുടെ പ്രമുഖ ഭിന്നരെന്നല്ല, അതിനുശേഷം എല്ലാവരും നമുക്ക് അനുകൂലമായിട്ട് ഒരാളെ പോലും നമുക്ക് പറയാനില്ല. അങ്ങനെ ആ സമയങ്ങളിലാണ് നമ്മളിവിടെ ഈ ചർച്ചകൾ നടക്കുന്നത്. ഇതിന് രണ്ടും കാരണം വെച്ചാൽ ആദ്യം നമ്മൾ ഈ ആൾക്കാരുടെ അടുത്ത് നമ്മൾ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് പ്രോബ്ലങ്ങൾ, പ്രശ്നങ്ങൾ, നമ്മളത് പരിഹരിച്ചില്ലെങ്കിൽ ഇന്ന വിഷയം. പിന്നീടാണ് ആ വിഷയം രൂക്ഷമാകുമ്പോഴാണ് ഇവിടെ പലരും കോളയിൽ നിന്നും വെള്ളം കുറച്ചെടുത്തുകൊണ്ട് വെള്ള കച്ചവടം നടത്തിയത്. അത് കുറേ പേര് നടത്തി. അത് ഇന്ന ആളെന്നൊന്നും എനിക്ക് പറയാൻ പറ്റുന്നവർ അല്ല. കാരണം വെച്ചാൽ അവർ മിനിറ്റുകൾ ടാങ്കർ ലോറിയിൽ അവരുടെ മോട്ടോർ വെച്ചിട്ട് ടാങ്കർ ലോറിയിൽ വെള്ളം അടിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്നും ഓരോ ലോറി വെള്ളം പോകുമ്പോഴും ഉണ്ടാകുന്നത് എത്രമാത്രം ദുരിതവും എത്രമാത്രം നഷ്ടവുമാണ് എന്ന് നമ്മുടെ മനസ്സിൽ കണ്ടു. പിന്നീട് ഈ വിഷയം അപ്പോഴും ഈ പറയുന്ന സമയങ്ങളിലും അവിടുത്തെ പ്രദേശവാസികൾ ഈ വിഷയത്തിൽ ജാഗരൂകരായിരുന്നില്ല. അവർക്കാർക്ക് ഇതൊരു വിഷയമായിട്ട് അവരുടെ മനസ്സിലേക്ക് പ്രതിഫലിച്ചിട്ടില്ല. നമ്മൾ ഈ വിഷയം പറയുമ്പോഴും അവരുടെ മനസ്സിൽ രാജീവ് നഗർ കോളനി, വിജയനഗർ കോളേജ്, അതിനിപ്പുറത്തെ പിന്നെ ഡാമിനടുത്തുള്ള കോളനി, ഇതിലെന്നും അവരൊന്നും ഈ വിഷയത്തിൻ്റെ ഗൗരവം യഥാർത്ഥത്തിൽ അറിഞ്ഞുകൂടാഞ്ഞിട്ട് അവർ അറിയില്ല. പിന്നീടാണ് ഈ ആറുമുഖനെ പോലുള്ളവരൊക്കെ ഇതിൻ്റെ വിഷയങ്ങളിലേക്ക് ചർച്ച ചെയ്ത് അവിടുത്തെ ജനങ്ങളിലേക്ക് ബോധവൽക്കരണത്തിലേക്ക് പോയി. ശിവേട്ടനെ പോലെ, വിളയോടി ശിവൻകുട്ടി പോലുള്ളവരൊക്കെ നമ്മുടെ പ്രശ്നം ഇതാണ്, നമുക്കുള്ള ഇവിടെ പ്രശ്നങ്ങൾ ഇത്രയും രൂക്ഷമാകാൻ പോവുകയാണ്, ഈ കോള കമ്പനിയാണ് പ്രശ്നം. പിന്നീട് ഷൺമുഖദാസ് അദ്ദേഹത്തെ പോലുള്ളവരൊക്കെയാണ് ഈ വിഷയത്തിൻ്റെ പിന്നീടുള്ള ഏറ്റെടുപ്പുകളിൽ തുടങ്ങി. അതൊരു രണ്ടാം ഘട്ടമാണ്. ഒന്നാം ഘട്ടത്തിൽ രണ്ടാം ഘട്ടത്തിലേക്ക് പോയി. അങ്ങനെ എവരിലേക്ക് വന്നപ്പോഴാണ് പ്രദേശവാസികളിൽ നിന്നും ഒരു സപ്പോർട്ട് കിട്ടി. അന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും ഒരു സപ്പോർട്ടും ഇല്ലായിരുന്നു. അങ്ങനെയാണ് ഈ സമരത്തിലേക്ക് തുടങ്ങുന്നത്. പിന്നെ സമരത്തിനെ എതിർക്കുന്നതിന് വേണ്ടിയായി രാഷ്ട്രീയ കക്ഷികൾ.
എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇന്നല്ല എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇത് എതിർക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ഈ സമരം ആവശ്യമില്ല, ഈ സമരത്തിന്. അപ്പോഴും നമ്മൾ പോകും, കോള കമ്പനിയിലേക്ക് പോകും. പക്ഷേ കോള കമ്പനിയിലേക്ക് പോകുമ്പോൾ എന്നെ കയറ്റത്തില്ല. നമ്മൾ പലതരത്തിൽ കൂടെ പോകുമ്പോൾ തന്നെ ചിലപ്പോൾ കുട്ടികളെ കമ്പനി കാണിക്കാനായിട്ട് പോയി എന്നുള്ള ഒരു രീതിയിൽ 100-200 കുട്ടികളോടൊപ്പം തന്നെ നമ്മൾ അന്നേരം മാഷിനെ പിടിച്ച് മാറ്റി വെക്കാക്കത്തില്ലല്ലേ. പക്ഷെ നമ്മുടെ കണ്ണുകൾ അവിടെ എവിടെയൊക്കെ വെള്ളം, എവിടെയൊക്കെ കുഴിച്ചിരിക്കുന്ന കുഴൽക്കിണറുകൾ, ആ വെള്ളത്തിൻ്റെ എവിടെ, ഇതെല്ലാമാണ് നമ്മൾ ഈ കുട്ടികളെ കൊണ്ടുപോകുമ്പോഴും നമ്മുടെ നിൽക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ വെള്ളത്തിൻ്റെ ടെസ്റ്റ് എടുത്തു. കിണർ ഓരോ വെള്ളത്തിൻ്റെയും വെള്ളം എടുത്തു. അതിന് ഈ കാലഘട്ടത്തിലൊക്കെയാണ് മൈലമ്മ എന്ന് പറയുന്ന നമ്മുടെ അവിടുത്തെ ഏറ്റവും പ്രമുഖയായിട്ടുള്ള സമരത്തിൻ്റെ നായികയായി വന്നവരൊക്കെ രംഗത്തേക്ക് എത്തുന്നത്. മൈലമ്മയെ പോലെ കുറേയേറെ മുത്തശ്ശിമാരും അവിടുത്തെ സാധാരണ ജനങ്ങളും എല്ലാവരും ആ സമരത്തിൽ എത്തപ്പെടുന്നു. നമുക്ക് എപ്പോഴും വന്നിരിക്കാൻ പറ്റില്ല. നമ്മൾ പോകും, കാഴ്ചക്കാരനായിട്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മളിരിക്കും. നമ്മുടെ കാഴ്ചകൾ ഉൾക്കണ്ണിലുള്ള മറ്റ് കാഴ്ചകളായിരുന്നു. അങ്ങനെയായിരുന്നു അന്നത്തെ സ്ഥിതി. ജലക്ഷാമം, എന്തുകൊണ്ടവിടെ കുടിവെള്ളം ഇല്ലാതാകുന്നു, പിന്നെ എന്തുകൊണ്ട് അവിടുത്തെ ചെടികൾ വാടുന്നു, എന്തുകൊണ്ട് തെങ്ങിൻ്റെ ഓലയുടെ മട്ട ഒടിഞ്ഞു വീഴുന്നു, എന്തുകൊണ്ട് അവിടുത്തെ ചെടികളുടെ ഇലകൾ ചെറുതായി വരുന്നു, മുൾച്ചെടികൾ എന്തുകൊണ്ട് ഇങ്ങനെ കൂടുതൽ വളരുന്നു, ഇതെല്ലാം അന്നത്തെ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം. ഓരോ ചെടികളും ഓരോന്നിനെയും നമ്മൾ നോക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന കാഴ്ചകളാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ അതിന് ശേഷം വന്ന വെള്ളത്തിനകത്തുള്ള കണ്ടാമിനേഷനെ പറ്റിയൊന്നും എനിക്ക് വെള്ളത്തിന് കറുപ്പ് നിറമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെപ്പറ്റി എനിക്ക് എനിക്കറിയില്ല. കാരണം വെച്ചാൽ എനിക്കറിയാവുന്ന ഭാഗം അതിനകത്ത് ഫ്ലൂറൈഡ് കണ്ടൻറ്റ് കൂടുതലുണ്ട്, അയൺ കണ്ടൻറ്റ് കൂടുതലുണ്ട്. ഇതൊക്കെ എൻ്റെ ഓർമ്മയിലുള്ള ഇതുണ്ട്. ഞാൻ എൻ്റെ കുട്ടികളെ കൊണ്ട് സർവേ ചെയ്യിപ്പിച്ചു, അവർ കണ്ടെത്തി. കാരണം വെച്ചാൽ അന്ന് സർവേ കിറ്റും വാട്ടർ കിറ്റുകളിലൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ വാങ്ങിയിട്ടാണ് നമ്മൾ ചെയ്തത്. അവിടുത്തെ ഡെയിലി കൂലിക്കാരായിട്ട് ഏകദേശം 80ഓളം പേരുണ്ടായിരുന്നു. അല്ലാതെ ബാക്കി പുറമേ ഉള്ളവർ കൂടുതലായിട്ട് ഉള്ളത് 70-80 പേരോളം അവിടെ ജോലിക്കൂലി എന്ന് വെച്ചാൽ വെറുതെ സാധനങ്ങൾ എടുത്തു വെക്കുക, മാറ്റുക, അങ്ങനെയൊക്കെയുള്ള ജോലി കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ട്. അത് 80 പേർക്കെങ്ങാണ്ട് എൻ്റെ ഒരു അന്വേഷണത്തിൽ അന്ന് 80-85 പേര് വരെയാണ് അന്ന് ആ പ്രദേശത്തുള്ള പ്രദേശവാസികളുടെ തൊഴിലിനെ പറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കുട്ടികൾക്ക് ഇന്നും ആ പാരിസ്ഥിതിക ബോധം ഇന്നും അവരിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പഠിപ്പിച്ച എൻ്റെ കുട്ടികളിലേക്ക് ഞാൻ കൊടുത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറേ കുളിർമയുള്ള ഓർമ്മകളാണ് കൊടുക്കുക. കാരണം വെച്ചാൽ ഇപ്പോഴാ മരങ്ങളെല്ലാം സ്കൂളിലെ കുറേ മുറിച്ച് ഇനി ഒരു 10-12 എങ്ങാണ്ട് ഉണ്ടായിരിക്കാം. ഞങ്ങൾ ഓരോ ശനിയാഴ്ചയും ഞായറാഴ്ചകൾ സ്കൂളിൽ ഇങ്ങനെ മരങ്ങൾ വെച്ചും അടുത്ത പ്ലാസ്റ്റിക് പറിക്കുകയും പാരിസ്ഥിതിക ബോധങ്ങളിലേക്ക് കുട്ടികളിൽ എത്തിക്കുന്നതിന് വേണ്ടി പോസ്റ്റർ രചനകൾ നടത്തി. ഇങ്ങനെ ഞങ്ങളൊരു രസകരമായിട്ട് ഞങ്ങളുടെ സ്കൂൾ ജീവിതത്തെ ഞാനും ഒരു കുട്ടിയെ പോലെ അവരോടൊപ്പം തന്നെ നിന്ന് ഞങ്ങൾ അവിടുത്തെ മിക്കവാറും എല്ലാ മലകളും കുന്നുകളും ഒക്കെ കയറി ഇറങ്ങി. കാരണം വെച്ചാൽ ഈ കാഴ്ചകൾ കാണണം. നമ്മൾ ഈ അകത്തിരിക്കുമ്പോഴും നമുക്ക് കാണുന്നില്ല. പുറം ലോകത്തേക്ക് നമ്മൾ കാണുമ്പോഴേ എന്തൊക്കെയാണ് കാഴ്ചകൾ എന്നൊരു തിരിച്ചറിവുണ്ടാണെങ്കിൽ യാത്രകൾ തന്നെ ചെയ്യണം. ഇങ്ങനെ ചെറിയ ചെറിയ യാത്രകളൊക്കെ ചെയ്യണം. അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഞാൻ എന്തിനു ജീവിക്കുന്നുള്ള തിരിച്ചറിവുണ്ടാകും. അതൊരു രസകരമായിട്ടുള്ള നിങ്ങൾ ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാലും പ്ലാച്ചിമടയിലെ കുട്ടികളെ ഒന്ന് നോക്ക്. കുട്ടികളുടെ പല്ലുകൾ ഫ്ലൂറൈഡ് കണ്ടൻറ്റ് എല്ലാവരുടെ പല്ലും ചുവപ്പായിട്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലൂറൈഡ് കണ്ടൻറ്റ് നമുക്ക് ഉണ്ട് എന്ന് നമ്മൾ അപ്പോൾ തന്നെ ബോധ്യമായി. പിന്നെ അതിനുശേഷം വെള്ളം ടെസ്റ്റ് ചെയ്യാനുള്ളൊരു കിറ്റ് കിട്ടി. ആ കിറ്റ് കിട്ടിയതും കുട്ടികളെ കൊണ്ട് തന്നെ ആ വെള്ളത്തിൻ്റെ ടെസ്റ്റ് അവിടെ ഓരോ കണ്ടൻറ്റ് എത്രയൊക്കെ ഉണ്ട്, അയൺ കണ്ടൻറ്റ്, നമുക്ക് അയൺ കണ്ടൻറ്റ് കൃത്യമായിട്ട് നമുക്ക് തന്നെ തിരിച്ചറിയാം. ഒരു ടാപ്പ് ഒഴുകുന്നിടത്ത് വെള്ളം ഒരു തുരുമ്പിൻ്റെ പോലുള്ള കളറും ഉണ്ടെങ്കിൽ അവിടെ അയൺ കണ്ടൻറ്റ് കൂടുതലുണ്ട് എന്ന് നമുക്കറിയാം. ഒരാളുടെ ഫേസ് നോക്കുമ്പോൾ അയാളുടെ പല്ലിൻ്റെ വിന്യാസം, പല്ലിൻ്റെ ആ കളറിങ് കാണുമ്പോൾ അറിയാം അവിടെ ഫ്ലൂറൈഡ് കൂടുതലായിട്ടുണ്ടെന്നറിയാം. ഇങ്ങനെ നമുക്ക് ജസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ അതിനകത്തുള്ള മറ്റ് കണ്ടൻറ്റുകൾ ഫ്ലൂറൈഡ്, ക്ലോറിന് ഇങ്ങനെയുള്ള കണ്ടൻറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അവിടെ പോയി ടെസ്റ്റ് ചെയ്ത് ജനങ്ങളിലേക്കും
നമ്മുടെ കുട്ടികളിലേക്കും മനസ്സിലാക്കി കൊടുത്തു, മക്കളെ ഇവിടുത്തെ വെള്ളത്തിനകത്ത് ഫ്ലൂറൈഡ് കണ്ടൻറ്റ് കൂടുതലാണ്, കണ്ടാമിനേഷൻ കൂടുതലാണ്, ഇത് നിങ്ങൾ നോക്കിയാൽ. കാരണം വെച്ചാൽ ടെസ്റ്റ് കിറ്റോട് കൂടിയാണ് നമ്മൾ കൊണ്ടുവന്നത്. ടെസ്റ്റ് കിറ്റ് കൊണ്ടുവന്ന് നമ്മൾ അവിടുത്തെ മിക്കവാറും എല്ലാ വീടുകളിലെയും കിണറുകളിൽ നിന്ന് നമ്മൾ വെള്ളം എടുത്ത് നമ്മൾ കുട്ടികളായിരുന്നു ടെസ്റ്റ് ചെയ്തത്. ഫ്ലൂറൈഡ് കണ്ടൻറ്റ് പ്രധാനമായിട്ടും വരാനുള്ള സാധ്യത ഈ വെള്ളത്തിൻ്റെ അണ്ടർ വാട്ടർ സോഴ്സ് കുറഞ്ഞപ്പോഴത്തേന് ഈ ഫ്ലൂറൈഡ് മുകളിലുള്ള വെള്ളം, മഴവെള്ളവും മറ്റു വെള്ളവും ഇറങ്ങുമ്പോൾ ഫ്ലൂറൈഡ് കണ്ടൻറ്റ് മുകളിലുള്ള മണ്ണിലുള്ള ഫ്ലൂറൈഡ് കണ്ടൻറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. അത് വീണ്ടും ഈ വെള്ളത്തിൽ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ഫ്ലൂറൈഡ് കണ്ടൻറ്റ് കൂടിയിരിക്കും. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ ആ സ്ഥലത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവിടുത്തെ ചെടികളിലെ ഇലകൾ. നമ്മളൊരു പ്രദേശത്ത് മഴ പെയ്യുമ്പോൾ എത്ര മഴ പെയ്തു എന്ന് നമ്മുടെ മീറ്ററിൽ നമ്മൾ വെള്ളം മഴമാവിനി നോക്കിയിട്ട് നമുക്ക് അറിയാതെ തന്നെ നമുക്ക് ആ പ്രദേശത്തെ മഴയെ സംബന്ധിച്ച് ചെടികളുടെ ഇലകളുടെ വലിപ്പം നോക്കുമ്പോൾ നമുക്കറിയാം. നമ്മൾ സർവേ എടുക്കുമ്പോൾ നമ്മൾ ഈ ചെടികൾ, പ്ലാന്റ്സുകൾ, മരങ്ങൾ, അവയുടെ വലിപ്പങ്ങളെ നോക്കുമ്പോൾ ഓരോ സ്ഥലത്തിനും ഓരോ വ്യത്യസ്തതയുണ്ടാകും. നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ ചില ചെടികൾ, ഇപ്പോൾ തേക്ക് തന്നെ ചില ഏരിയകളിൽ വരുമ്പം രണ്ട് തരത്തിൽ, ഒന്ന് വാട്ടർ കണ്ടൻറ്റ് ഭൂമിയിൽ കുറവാണെങ്കിൽ ലീഫിൻ്റെ വലിപ്പം കുറവായിരിക്കും. മഴക്കാട് ഭാഗങ്ങളിൽ വരുമ്പം പിന്നെ തേക്കിൻ്റെ ഇലയുടെ വലിപ്പം കൂടുതൽ. എന്നാൽ പ്ലാച്ചിമടയെ സംബന്ധിച്ച് നമ്മളൊന്ന് നോക്കിക്കോളൂ. പ്ലാച്ചിമടയിൽ കൂടുതലും മുൾച്ചെടികളായിരുന്നു ആ കാലത്ത്. മുള്ളുള്ള ചെടി, വലിപ്പമുള്ള ഇലകളുള്ള ചെടികളുടെ ഇലകൾ ചെറിയ ഇലകളായിരുന്നു. നമ്മൾ ഓരോ ചെടികളിലേക്ക് നോക്കുമ്പോൾ, രണ്ടാമത് അവിടെ വരുന്ന പക്ഷികൾ, പ്രധാനമായിട്ടും പ്ലാച്ചിമടയിൽ മയിലിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. ഈ മയിലിൻ്റെ ഇതെല്ലാം നമ്മുടെ ഈ കാഴ്ചയിൽ ഇതെല്ലാം നമ്മൾ കണ്ടായിരുന്നു. ഈ കാഴ്ചയിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വരുന്ന പലതരത്തിലുള്ള പക്ഷികൾ, ഇതെല്ലാം പിന്നെ നമ്മുടെ ഈ കൂടുതൽ വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ വരുന്ന കൂടുതലായിട്ടുള്ളതൊക്കെ അവിടെ നിന്ന്. ഇതൊക്കെ നമ്മുടെ കാഴ്ചയിലുള്ളപ്പോഴാണ് കുട്ടികളെ കൊണ്ട് ഇത്തരത്തിലുള്ള സർവേ എടുപ്പിക്കുന്നതും അവിടുത്തെ മരങ്ങളുടെ വിന്യാസം, വലിപ്പം വളരെ കൂടുതലായിട്ട് വരുന്ന മരങ്ങൾ കൂടുതൽ ശിഖരങ്ങളായിട്ട് പൊട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ വെള്ളമില്ലായ്മ അവിടെ ഉണ്ടാകുന്ന മുൻപ് തൊട്ടേ വെള്ളം ആ ഭൂതലത്തിൽ കുറയുന്നു എന്നുള്ളതാണ് കമ്പനി വന്നത്. എന്നാൽ ഭൂഗർഭജലം ഉണ്ടായിരുന്നതിന് സ്വാഭാവികമായിട്ടുള്ള മഴയുടെ അളവ് കുറവായിരുന്നു, ഭൂഗർഭജലം ഉണ്ടായിരുന്നു. ആ ഭൂഗർഭജലത്തെ കൂടുതലായിട്ട് എടുക്കുമ്പോൾ വീണ്ടും അവിടെ വരൾച്ച മാത്രമേ ഉണ്ടാകൂ. ആ പ്രദേശം പ്ലാച്ചിമട ഒരു വരണ്ട പ്രദേശമായിട്ട് മാറും എന്നൊരു ബോധം നമ്മളിലേക്ക് എത്തി. കൊക്കക്കോള കമ്പനിയുടെ പുറം ഭാഗം ഭയങ്കര മനോഹരമാണ്. കാരണം വെച്ചാൽ പുല്ലുകളും തെങ്ങുകളും നല്ല മനോഹരമായിട്ട് വെച്ചിരുന്നതാണ്. പിന്നെ അതിനുള്ളിലേക്ക് പോകുമ്പോഴാണ്, ആദ്യകാലങ്ങളിൽ പോകുമ്പോൾ പ്ലാസ്റ്റിക്കുകളുടെ കൂമ്പാരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ബോക്സുകൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ മനസ്സിൽ ഓർമ്മ, ആ പ്ലാസ്റ്റിക് ബോക്സുകൾ അടുക്കി വെക്കുന്ന ആ ബോക്സുകൾ. പിന്നെ വേസ്റ്റ്, എനിക്ക് ഒരേ ഓർമ്മ, വെള്ളം ടാങ്കിലേക്ക് ഇട്ടിട്ട് പ്രഷർ ചെയ്ത് വട്ടം കറക്കി അതിൽ നിന്നുള്ള വേസ്റ്റ് മാറ്റുന്ന ഒരെണ്ണം ഉണ്ടായിരുന്നു. അതൊക്കെയാണ് പിന്നീട് ആ വേസ്റ്റുകളും അതുമൊക്കെയാണ് പിന്നീട് പലയിടങ്ങളിലേക്ക് കൊണ്ടുപോയി തട്ടി അതിനകത്ത് ലെഡിൻ്റെ കാര്യത്തിൻ്റെ അംശങ്ങൾ കൂടുതലായിട്ടുള്ള, അതും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ഒന്നാണ്. നമ്മുടെ ധാരണ അതിൻ്റെ വേസ്റ്റുകളും എല്ലാം കൂടെ കഴുകുന്നത് ഇതൊന്നും. കാരണം വെച്ചാൽ നമുക്കവിടെ കൂടുതൽ ആധികാരികമായിട്ട് നമുക്ക് നോക്കാനൊക്കുന്ന സാഹചര്യമല്ല. നമ്മൾ ഈ ഇടയ്ക്ക് ഒറ്റപ്പെട്ട് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇവിടെ ചർച്ചകളിലേക്ക് ചർച്ച ചെയ്യുമ്പോഴാണ് വീണ്ടും അത് പോകുന്നത്. പിന്നെ എത്ര കുഴൽക്കിണർ കുഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം വെച്ചാൽ നമുക്കതിനകത്തുള്ള കുഴൽക്കിണറുകളുടെ എണ്ണമൊന്നും എടുക്കാൻ നമുക്ക് പറ്റുന്ന സാഹചര്യം അല്ലായിരുന്നു. അത് കണ്ടിട്ടില്ല. അന്നത്തെ പെരുമാട്ടി ഗ്രാമപഞ്ചായത്തൊക്കെ അതിശക്തമായിട്ട് പിന്നീട് ഇടപെട്ടു. വളരെ ശക്തമായിട്ടുള്ള ഇടപെടലാണ് പിന്നീട് പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തതും. പിന്നീട് സമരം അവരിൽ നിന്നും പിന്നെ പതുക്കെ ഓരോ രാഷ്ട്രീയ കക്ഷികൾ ഏറ്റെടുക്കേണ്ടി വന്നു. ഏറ്റെടുത്ത് അവസാനം എല്ലാവരും പറയും സമരം ഞങ്ങളുടേതാണെന്നുള്ള ഒരു ഇതിലേക്ക് എത്തി. ഇതാണ് അന്നത്തെ ഒരു കാഴ്ച.